അക്കാഡമി ഓഫ് ഇംഗ്ലീഷിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്വാതി. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം എക്കണോമിക്സ് ആണ്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എക്കണോമിക്സ് പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, എക്കണോമിക്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. മൈക്രോ എക്കണോമിക്സ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഒയ്ക്കണോമിയ അല്ലെങ്കിൽ ഗൃഹഭരണം എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമായ ഒയ്ക്കണോമിയയിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒയ്ക്കണോമിയ വേർഡ് മീനിങ് എന്താണ്? ഗൃഹഭരണം. ഗൃഹഭരണം എന്നർത്ഥമുള്ള ഒയ്ക്കണോമിയ എന്ന വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉടലെടുത്തിരിക്കുന്നത്. അപ്പം എക്കണോമിക്സിന്റെ പിതാവ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. 1776 ആഡം സ്മിത്തിന്റെ ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് എക്കണോമിക്സിന് ഇന്ന് കാണുന്നത്ര പ്രചാരണം കിട്ടിയിട്ടുള്ളത്. അപ്പം ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പം പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എക്കണോമിക്സിന് പല തരത്തിലുള്ള നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലയണൽ റോബിൻസൺ. ലയണൽ റോബിൻസന്റെ ദൗർലഭ്യ നിർവചനമാണ് നമ്മൾ എക്കണോമിക്സിന്റെ നിർവചനമായിട്ട് ഇന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനും വേറെ ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിർവചനങ്ങളാണ് ഇത്. ഒന്നാമത്തത് സമ്പത്ത് നിർവചനം. സമ്പത്ത് നിർവചനം ആദ്യമാണ് എക്കണോമിക്സിന്റെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്തിന്റെ സമ്പത്ത് നിർവചനം. അദ്ദേഹത്തിന്റെ ബുക്ക് നേരത്തെ പറഞ്ഞിരുന്നു, വെൽത്ത് ഓഫ് നേഷൻ ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1776 പബ്ലിഷ് ചെയ്ത വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്കിലാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് നിർവചനം, എക്കണോമിക്സ് എന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അന്ന് മുതലാണ്, 1776 മുതലാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിനെ ഒരു പഠന മേഖലയായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് പ്രചാരണം കിട്ടിയത്. അടുത്ത രണ്ടാമത്തെ നിർവചനമാണ് ക്ഷേമ നിർവചനം. ആൽഫ്രഡ് മാർഷലിന്റെ ക്ഷേമ നിർവചനം. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് 1890 പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകത്തിൽ നിന്നാണ് ക്ഷേമ നിർവചനം എന്നൊരു നിർവചനം അതിന് കിട്ടിയത്, എക്കണോമിക്സിന് കിട്ടിയിട്ടുള്ളത്. ആൽഫ്രഡ് മാർഷലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് 1890, ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ 1776. പിന്നെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞു എക്കണോമിക്സിന്റെ നിർവചനം എന്ന് പറഞ്ഞ നിർവചനം അല്ലെങ്കിൽ എല്ലാവരും പരക്കെ അംഗീകരിച്ചിട്ടുള്ള എക്കണോമിക്സിന്റെ നിർവചനമാണ് ദൗർലഭ്യ നിർവചനം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ലയണൽ റോബിൻസന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. An essay on the nature and significance of economics 1932 പബ്ലിഷ് ചെയ്ത An essay on the nature and significance of economics എന്ന പുസ്തകത്തിലാണ് ദൗർലഭ്യ നിർവചനം ലയണൽ റോബിൻസൺ തന്നിരിക്കുന്നത്. ദൗർലഭ്യ നിർവചനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാൽ അതൊരു പഠനശാസ്ത്ര ശാഖയാണ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ മനുഷ്യന്റെ ആവശ്യങ്ങളും എന്നാൽ അതിനെ മീറ്റ് ചെയ്യാനുള്ള വിഭവങ്ങൾ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ ദുർലഭമാണ് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ ദുർലഭമാണ്. അപ്പം മനുഷ്യന്റെ ആവശ്യങ്ങളും ബദൽ ഉപയോഗമുള്ള ദുർലഭ വിഭവങ്ങൾ, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദുർലഭ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് ലയണൽ റോബിൻസൺ ദൗർലഭ്യ നിർവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇനി ഒരു നിർവചനം കൂടി ഉണ്ട്, പോൾ എ സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും നമുക്ക് ഈ ഒരു അധ്യായത്തിലെ ഒരു ചാപ്റ്ററിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് അത് വിട്ടേക്കുന്നു. ഓർത്തിരിക്കുക, ഗ്രോത്ത് ഡെഫിനിഷൻ പോൾ എ സാമുവൽസൺ. അപ്പം ഒന്നാമത്തത് സമ്പത്ത് നിർവചനം, ക്ഷേമ നിർവചനം, ദൗർലഭ്യ നിർവചനം. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്ത്, വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷൽ, ദൗർലഭ്യ നിർവചനം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസൺ. ഓക്കെ, ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് പല സാമ്പത്തിക അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ നൽകിയിരിക്കുന്ന നിർവചനങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറഞ്ഞായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. എക്കണോമിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിന്റെ ആ ഒരു വേർഡ് മൈക്രോ ഡിറൈവ് ചെയ്തേക്കുന്നത് ഗ്രീക്ക് വേർഡായ മൈക്രോസ് എന്ന വേർഡിൽ നിന്നാണ്. മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ മീനിങ് ചെറുത് എന്നാണ്. അപ്പം മൈക്രോ എക്കണോമിക്സ് എന്താണ്? ചെറുത് എന്നർത്ഥമുള്ള മൈക്രോസ് എന്ന പദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള മൈക്രോ എക്കണോമിക്സിന്റെ വേർഡ് മീനിങ് സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം.
അപ്പം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ്, വേർഡ് മൈക്രോ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. രണ്ടാമത്തെ നമുക്കറിയാം മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. മൈക്രോ എന്നാൽ ചെറുതെന്നും മാക്രോ എന്നാൽ വലുത് എന്നാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഗ്രീക്ക് വേർഡായ മാക്രോസ്, വലുത് എന്നർത്ഥമുള്ള ഗ്രീക്ക് വേർഡായ മാക്രോസിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ വലിയ യൂണിറ്റുകളെ കുറിച്ചാണ് ആര് പഠിക്കുന്നത്? മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ഓരോ ഉപഭോക്താക്കളാണ്. ഒരുപാട് സാധനങ്ങൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പം നമ്മളെല്ലാവരും ആരാണ്? ഉപഭോക്താക്കളാണ്. അപ്പം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഞാനെന്ന ഒരൊറ്റ ഉപഭോക്താവിനെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സും, എന്നാൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഇന്ത്യൻ ഇക്കോണമിയിലെ എല്ലാ ഉപഭോക്താക്കളെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? മാക്രോ എക്കണോമിക്സും ആണ്. അപ്പം രണ്ട് തരം എക്കണോമിക്സ് ആണ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. വേർഡ് മൈക്രോ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. ദ വേർഡ് മീനിങ് എന്താണ്? ചെറുത് അല്ലെങ്കിൽ സ്മോൾ എന്ന വേർഡ് മീനിങ്. അടുത്ത മാക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത് എന്നർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോയും വലിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സും. പിന്നെ നമ്മളിപ്പോൾ 3 എക്കണോമിസ്റ്റുകളുടെ പേര് പഠിച്ചു. ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസൺ. അതിൽ ആൽഫ്രഡ് മാർഷലാണ് മൈക്രോ എക്കണോമിക്സിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രചാരണം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ സാധാരണ ഒരു 1776 വെൽത്ത് ഓഫ് നേഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്താണ്? സാമ്പത്തിക ശാസ്ത്രം എന്നൊരൊറ്റ ബ്രാഞ്ചേ ഉള്ളായിരുന്നു. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതിൽ മൈക്രോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത് നമ്മുടെ ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ബുക്ക് 1890 പബ്ലിഷ് ആയതിനു ശേഷമാണ്. അതിനുശേഷമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് മൈക്രോ എക്കണോമിക്സിന് ഇന്ന് കാണുന്നത്ര പ്രചാരണം വന്നത്. അപ്പോൾ രണ്ടാമത് പറയുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ്. ജെ.എം. കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ എന്നും, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആരാണ്? ജെ.എം. കെയ്ൻസ്. മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. ഫസ്റ്റ് ഒയ്ക്കനോമിയ, എല്ലാം ഗ്രീക്ക് വേർഡിൽ നിന്നാണ് തിരിഞ്ഞു പോയത്. ഒയ്ക്കനോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കുണ്ടായത്. ഒയ്ക്കനോമിയ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഗൃഹഭരണം. ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത്. 1776 ആഡം സ്മിത്തിന്റെ ബുക്കായ വെൽത്ത് ഓഫ് നേഷൻ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് എക്കണോമിക്സിന് ഒരു സമ്പത്ത് നിർവചനം കിട്ടുകയും ഇങ്ങനൊരു സാമ്പത്തിക ശാസ്ത്രം എന്നൊരു പഠനശാഖ എല്ലാവരും അറിയുകയും ചെയ്തത്. പിന്നെ പ്രധാനപ്പെട്ട 3 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവർ കൊടുത്തിരിക്കുന്ന ഓരോ നിർവചനങ്ങൾ പഠിച്ചു. പിന്നെ ആൽഫ്രഡ് മാർഷലിന്റെ പ്രത്യേകത എന്തായിരുന്നു? മൈക്രോ എക്കണോമിക്സിന് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. വേറൊരു എക്കണോമിക്സിന്റെ പേര് കൂടി പറഞ്ഞു, ജെ.എം. കെയ്ൻസ്. എന്തായിരുന്നു പ്രത്യേകത? മാക്രോ എക്കണോമിക്സിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളതാണ് ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്നത്. ലയണൽ റോബിൻസന്റെ ദൗർലഭ്യ നിർവചനം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ് എക്കണോമിക്സിന്റെ നിർവചനമായിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു എക്കണോമിക്സ് കൂടി ഉണ്ട്, റാഗ്നർ ഫ്രിഷ്. മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിന് ഈ പേരുകൾ നൽകിയത്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിന് ഈ പേരുകൾ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നും 2 പേരുകൾ നൽകിയത് ആരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. പ്രൊഫസർ റാഗ്നർ ഫ്രിഷ് ആണ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിന് 2 പേരുകൾ നൽകിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് പോർഷൻ ഇത്രയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.